വിധവയായ ഒരു സഹോദരി, വീടില്ല, സാമ്പത്തികമായി ഒന്നിനും കഴിവില്ല, മക്കൾ എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ കളക്ഷൻ എടുത്ത് ഒരു വീട് വെച്ചു കൊടുത്താൽ, അവിടെ കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഠിപ്പിച്ചാൽ, ജീവിതത്തിൽ ആ സഹോദരിക്ക് ഒരു താങ്ങും തണലുമായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട മുജാഹിദിന്റെ കൂലിയാണ്. അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പ് നോറ്റ് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് വിധവയെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ കുട്ടിയാകുമ്പോൾ അള്ളാഹ് പുരുഷനെ ഏൽപ്പിക്കാൻ സംരക്ഷിക്കണം കേട്ടോ, ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ. അവൾ ഭാര്യയാകുമ്പോൾ ഭർത്താവിനെ ഏൽപ്പിക്കാൻ നോക്കൂ, മറ്റുള്ളവരുടെ തോന്നിവാസങ്ങൾക്ക് ഭാര്യയെ കൊടുക്കരുത് കേട്ടോ. ആങ്ങളമാരോട് പറയാൻ, പെങ്ങന്മാരെ അവരവന്റെ ജീവിതത്തിൽ കരളിന്റെ ഘട്ടം പോലെ നോക്കണം കേട്ടോ, ആർക്കും ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇനി അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ മഹല്ല് കമ്മിറ്റിക്കാരോട്, ഖത്തീബിനോട്, നാട്ടിലുള്ള നല്ലവരായ സഹോദരങ്ങളോട്, വിശിഷ്യ മുസ്ലിമീങ്ങളോട് അവരെ പട്ടിണിക്കിടരുത് കേട്ടോ, അവർ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് നിങ്ങൾ തടയണം കേട്ടോ, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇസ്ലാം വെക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ്, ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ മരണം വരെ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, അവൾ സംരക്ഷണ വലയത്തിലുണ്ടാകണം. ഇതാണ് അല്ലാഹുവിന്റെ